എനിക്ക് സൊറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന അസുഖമായിരുന്നു. അത് ആദ്യം എൻ്റെ മുട്ടിൻ്റെ താഴെ ഒരു 10 പൈസ വട്ടത്തിൽ ഉണ്ടായി. അത് ക്രമേണ ഓരോ വർഷം കഴിയും തോറും അത് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. 24 വർഷമായിട്ട് ഞാൻ ഇറ്റലിയിലാണ്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ വിൻ്റർ സീസണിലൊക്കെ വരുമ്പോൾ എൻ്റെ ആർത്രൈറ്റിസിൻ്റെ വേദന കൂടും, കൈയുടെ വേദന കൂടും. അങ്ങനെ വേദന കൂടുമ്പോൾ ഈ അസുഖം കൂടുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഒരു 2020 ആയപ്പോഴത്തേക്കും എൻ്റെ ഈ സോറിയാസിൻ്റെ അസുഖം ഉച്ച മുതൽ ഉള്ളംകാറ്റ് വരെയായി. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. വല്ലാത്തൊരു ചൊറിച്ചിൽ, പിന്നെ ജോയിൻസിൻ്റെ പെയിന്, രാത്രിയിലൊക്കെ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. ആ സമയം 2020 ഉള്ള എൻ്റെ ഫോട്ടോയാണ്, എൻ്റെ ഈ പുറത്തിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. എൻ്റെ വയറിലെ ഫോട്ടോ, എൻ്റെ കാലിൻ്റെ ഫോട്ടോ എങ്ങനെയായിരുന്നു എന്ന്, ഇതും അതേപോലെ കാലിൻ്റെ ഫോട്ടോ. ഇതായിരുന്നു ഞാൻ എൻ്റെ 2020 അവസ്ഥ. 2023 ആയപ്പോഴേക്കും എൻ്റെ അവസ്ഥ ഈ അവസ്ഥയിലായി. എന്ന് പറഞ്ഞാൽ കാലുകൾ പൊട്ടി കീറാൻ തുടങ്ങി, നടക്കാൻ പറ്റാത്ത അവസ്ഥ, കാലിന് നീര്, ഒരു വല്ലാത്തൊരു വേദനയിലൂടെ കടന്നുപോയി. രാത്രിയിൽ കിടക്കാൻ പറ്റില്ല, മുഴുവൻ ചൊറിച്ചിൽ. അപ്പോൾ ഭാര്യ ഷൈനി എന്നെ രണ്ട് കൈയും പിടിച്ചു വയ്ക്കും. അപ്പോൾ ഞാൻ കാലും കൊണ്ട് എറിയും. അപ്പോഴും ഒരിക്കൽ പോലും നല്ലൊരു ബെഡ്ഷീറ്റ് ഇട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം ബെഡ്ഷീറ്റ് മുഴുവൻ ചോരയാകും. അതേപോലെ തന്നെ നല്ലൊരു ഷർട്ട് ഇടാൻ പറ്റില്ല. ഒരു വെള്ള ഷർട്ട് എടുത്തില്ല, നല്ലൊരു ഡ്രസ്സ് എടുത്തില്ല. അങ്ങനെ ഞാൻ ആകുമ്പോഴും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഡാർക്ക് ഡ്രസ്സേ ഉപയോഗിക്കുമായിരുന്നുള്ളൂ. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലെത്തി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പ്രസാദ് വർക്കിയ ഡോക്ടറുടെ പേര്. ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഈ കൈയുടെ മെയിനായിട്ടുള്ള 2 മസിൽസ് കംപ്ലീറ്റ്ലി തേഞ്ഞ് തീർന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് അത് സർജറി ചെയ്യണം, അത് റീപ്ലാന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സർജറി ഡേറ്റ് തന്നു. അങ്ങനെ ഡേറ്റ് കിട്ടി. ഞാൻ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരാൾ വേണം. അപ്പോൾ എൻ്റെ ഈ പുറമൊക്കെ ഒന്ന് ചൊറിഞ്ഞു തരാൻ ഒരാൾ വേണം. കാരണം എൻ്റെ കൈ കൊണ്ട് ചൊറിയത്തില്ല. അപ്പം അത്രയ്ക്കൊരു ഭീകരമായ അവസ്ഥയിലായിരുന്നു.